The sun is shining bright like a colorful aurora. It paints the world in hues of orange and white. Hello guys, good morning everyone. Welcome back to my Netherlands travel series. This is day 2 and today I'm starting my morning at world famous Keukenhof Tulip Garden. So we are going to Keukenhof Tulip Garden. Hello guys, Keukenhof is known as the Europe's garden. It's one of the largest flower garden in the world, located in Lees, just about 30 minutes from Amsterdam. Guys, so much excited. അങ്ങനെ നമ്മൾ After എത്ര നാളായി പറയുന്ന സ്ഥലമല്ലേ? എത്തി നമ്മള് തകർക്കും പൊളിക്കും. അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് കാണിക്കണം. നമ്മൾ ടിക്കറ്റ് ഒക്കെ ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് അതൊന്ന് QR കോഡ് ചെയ്താൽ മതി. പക്ഷെ നല്ല റഷ് ടൈമാണ്. കണ്ടോ ക്യൂ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിറച്ചും ഡിഫറെന്റ് കളർ പൂക്കളും ട്യൂലിപ്സും ആണ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഈ ഒരു കാര്യത്തിന്, അതുകൊണ്ട് നമ്മൾ 8 o'clock ഷാർപ്പായിട്ട് സ്ഥലത്ത് എത്തിയിട്ടാണ്. എന്നിട്ടും ഇത്രയും തിരക്കാണ്. ക്യൂ മൂവ് ആയി തുടങ്ങി. നമ്മൾ 8 മണിക്കാണ്, 8:30 നമ്മൾ ടിക്കറ്റ്. So this garden opens in early morning, so we all arrived around 8 a.m. to catch the tulip in their full glory. So if you're planning to visit, so make sure you're coming early to capture a nice pictures. കളറ് ബട്ടർ പോലത്തെ കളർ. സോ നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് ഫുള്ള് എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഈ ട്രിപ്പിലെ ഈ ഒരു സ്ഥലം. സോ ഇവിടെ ഓൾമോസ്റ്റ് 7 million ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ആണ് ഈ ഒരു ഗാർഡനിലുള്ളത്. ആൻഡ് ഓൾസോ ഇത് സ്പ്രെഡ് അക്രോസ് 32 hectare ലാൻഡിലാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ എന്തോരം ഉണ്ടാവും. നമുക്ക് 1 day ഒക്കെ കവർ ചെയ്യാൻ തന്നെ ഉള്ള ഒരു സ്പോട്ടാണിത്. അടിപൊളി സ്ഥലം. നമ്മൾ ഇന്നലത്തെ ആ വിഷമങ്ങ് തീർന്നിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റും കളേഴ്സും. So if you are planning to visit this garden in any time in spring, I have a tip for you. So it's better to book your tickets online in advance because the entry works with fixed time slot during this tulip season time. So you can book directly through the official website of Keukenhof Official. So there you can book your tickets and prefer your slot, what time you like to come. So I prefer suggesting you to come in the early morning within the glory light of sunlight. The normal adult ticket is around €21 online, and the combo ticket with shuttle bus transport are also available. So the easy option from Amsterdam, Keukenhof shuttle or Keukenhof bus. ട്യൂലിപ്പിന്റെ മൊട്ട് ദൂരം തൈകളാ. അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞൊരു തൈ കൊണ്ടുവരാൻ പറയും, പക്ഷെ നമ്മുടെ വണ്ടി മുളക്കില്ല. കണ്ടിട്ട് കൊതിച്ചിട്ട് വായിന്ന് വെള്ളം വരുക. അതുപോലത്തെ ക്രിസ്പി പോലുള്ള ചെടി, പുതിയൊരു കളർ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. തമിഴ്പൂവിൻ്റെ ആമ്പലിനെ പോലെ ഉണ്ട്. ഇവിടെ ആമ്പലിൻ്റെ പോലെയല്ലേ ഉള്ള ആമ്പലിൻ്റെ.
മഞ്ഞ മഞ്ഞ. പൂപ്പലിയാ? ഇല്ല ഇല്ല. എക്സൈറ്റ്മെന്റ് മാത്രം വിശപ്പും കൂടെ ചേർന്നൊരു പ്രത്യേക തരം. എന്താ കളറ്? പെയിന്റിങ് ഇതുപോലെ തന്നെ. ചുമ്മാ അല്ലേ ആൾക്കാർ ഇത്ര നിന്നിട്ട് പെയിന്റ് ചെയ്യുന്നത്? ഇതൊക്കെ കണ്ടിട്ടാ. പൂവിന്റെ പുറത്ത് നിറച്ച ആൾക്കാരാണല്ലോ. ലൈറ്റും പോയി. ഇൻസ്റ്റാഗ്രാം ഇമോജി പോലെയല്ലേ? തീ. നമ്മൾ ഒരുപാട് രാവിലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഗാർഡൻ അത്യാവശ്യം വലിയൊരു ഗാർഡൻ ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് ഫെസിലിറ്റിയും ഉണ്ട്. റെസ്റ്റോറൻറ്റ്സും കഫേസും അതല്ലാണ്ട് തന്നെ കുറേ ഫുഡ് സ്റ്റോൾസും ഒക്കെ ഉള്ളൊരു സ്പോട്ടായിരുന്നു. അതുകൊണ്ട് ഫുഡിന് നമുക്ക് ഒരു പ്രശ്നം വരില്ല. കുറച്ച് ഹൈ പ്രൈസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട്, ബട്ട് സ്റ്റിൽ ഫുഡൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഓൾസോ ഒരു ഇൻഡോർ ആയിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഒരു ഗാർഡനും കൂടി ഉണ്ടായിരുന്നു. അതാണ് കംപ്ലീറ്റ്ലി റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അതും ഭയങ്കര ഒരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ബിക്കോസ് പല കളറിലുള്ള പല ഷെയ്ഡ്സിലുള്ള ഒരുപാട് റോസ് കാണാൻ പറ്റി. ഇത്രയധികം റോസ് പല ഷെയ്ഡ്സിൽ കാണുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം റോസ് ഷെയ്ഡ്സ് ഇവിടെ ഉണ്ട് എങ്കിലും എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇതിവിടുന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഇതിവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ഈ നമ്മുടെ ഈ ഒരു ടൂലിപ്പ് ഗാർഡൻ്റെ ഒരു അനദർ സൈഡ് നമ്മൾ ഇനിയും കണ്ടിട്ടില്ല. നമ്മൾ ഈ പോസ്റ്റ് കാർഡ്സിലും അതുപോലെ തന്നെ ബുക്കിൻ്റെ കവർ പേജിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ട്യൂലിപ്പ് ഗാർഡൻ്റെ പോർഷൻ ഇനിയും നമ്മൾ നടന്നെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് എത്താനുള്ള എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്നൊന്ന് ഇത് കണ്ട് ഇറങ്ങിയാൽ മതി എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ. നമ്മൾ അങ്ങനെ വീണ്ടും പുറത്തെത്തി ട്യൂലിപ്പ് ഗാർഡനിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു 32 ഹെക്ടർ ഈ ഒരു ഗാർഡനൊന്നും നമ്മളെ കൊണ്ട് കവർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് നമ്മുടെ മേജർ സ്പോട്ട്സ് നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച അറ്റ്ലീസ്റ്റ് സ്പോട്ടുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ മാപ്പ് വെച്ച് നമുക്കതിൻ്റെ ഉള്ളിൽ കറങ്ങാം.
ഓൾസോ ഇവിടെ കുറേ ഫുഡ് സ്റ്റാൾസും ഒക്കെ ഉണ്ട്. ഈ ഒരു സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ട്. നമ്മൾ രാവിലെ വന്നതിനേക്കാളും റഷ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വലിയ ട്യൂലിപ്പ് ഗാർഡൻ കണ്ടത്. നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എക്സാക്റ്റ് സാധനം ഇതാണ്. പാട്ട് പാടണേ. ആ ചേട്ടനിട്ട ഫോട്ടോ ഇതാണ്. ഞങ്ങളെ എന്താ പറയാ, താങ്ക്സ് ഫോർ ദിസ് ഡേ. ഇപ്പോൾ ദൂരെ കാണുന്ന ആ ഒരു കളർഫുൾ ലൈൻസ് ആയിട്ട് കാണുന്ന പോർഷൻ എല്ലാം ട്യൂലിപ്സ് ആണ് കേട്ടോ. അത് അത്യാവശ്യം ദൂരെയാണ്. ആ ഒരു വ്യൂ പോയിന്റിൽ ഉള്ളൊരു ഫുഡ് സ്റ്റോളൊക്കെയാണ് സംഭവം. അപ്പോൾ അവിടെ പോകണമെങ്കിൽ അത് ഒരു ഡിഫറെൻറ്റ് പ്ലേസ് ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല ഈ ഒരു ഗാർഡനിൽ നിന്ന്. അതൊരു ഡിഫറെൻറ്റ് എൻട്രി ആണ്. നമ്മൾ അവിടെ ഒന്നും പോകാനുള്ള ടൈം കിട്ടിയില്ല. നമുക്ക് ഇവിടെ തന്നെ കവർ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം മതിയാവില്ല എന്നുള്ളൊരു പോയിന്റിലായിരുന്നു നമ്മൾ. ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഇത് കാണാൻ വേണ്ടിയിട്ട് വേറൊരു സ്പോട്ടിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത് കാണാനും പറ്റി. പിന്നെ ഇതുപോലെ കനാൽസൊക്കെ ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇതിനകത്തൂടെ ബോട്ട് റൈഡ്സും ഒക്കെ ഉണ്ട് ചില പോർഷൻസിലൊക്കെ. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ബൈ ചെയ്യാൻ പറ്റും. ഈ ക്നോഫിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ബൈ ചെയ്യാനായിട്ടുള്ളത്. ഇത് പിന്നെ ജസ്റ്റ് ഒരു ഫോട്ടോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു ബോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾസോ ചെറി ബ്ലോസം നമുക്ക് കാണാൻ പറ്റി. ഈ ഗാർഡനിൽ ട്യൂലിപ്സ് മാത്രമല്ല ഈ ഒരു സീസണലായിട്ടുള്ള പല ഡാഫോഡിൽസ് ടൈപ്പ് പൂക്കൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചെറി ബ്ലോസംസും ഉണ്ടായിരുന്നു. കൂടുതലും വൈറ്റ് ചെറി ബ്ലോസം ആയിരുന്നു. ഓൾസോ കുറച്ച് അവിടെ ഇവിടെ പിങ്ക് ചെറി ബ്ലോസംസും ഉണ്ടായിരുന്നു. നമ്മൾ നടന്ന് ആക്ച്വലി ഈ ഗാർഡൻ്റെ എക്സിറ്റ് സൈഡ് വരെ എത്തി. സ്റ്റിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച പല സ്പോട്ടും ഇനിയും എത്തിയിട്ടില്ല നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ വന്ന റൂട്ട് വേറെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ട് നടന്നാലും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെയോ നമ്മളിപ്പോൾ എക്സിറ്റ് പോർഷൻ എത്തി. പക്ഷെ നമ്മളിവിടുന്ന് വീണ്ടും അകത്തോട്ട് നടന്ന് നമ്മൾ എൻട്രി വന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇറങ്ങുള്ളൂ. ബിക്കോസ് അവിടെയാണ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. അതിങ്ങനെ കൊക്കിൽ പിടിച്ചിട്ടില്ലേ, കൊക്ക് ഇങ്ങനെ കളിക്കുക. ഇങ്ങനെയുണ്ടോ? അത്ഭുതത്തോടെ 2 താറാവുകൾ അടിയിടുന്നത് നോക്കി നിൽക്കുന്ന നമ്മുടെ ശരണ്യാണ് കണ്ടത്. ശരണ്യ അവിടെ 2 താറാവുകൾ പറന്നു വന്നത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് പേടിച്ച് ശരണ്യയുടെ പുറകിൽ പോയി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താണ് ഈ കൊച്ചി പോളണ്ട് നടക്കുന്നത്?
ഇവിടെ വന്നിട്ട് നമ്മൾ എവിടെ ഫ്രെയിം വെച്ചാലും അടിപൊളി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. നമ്മുടെയൊക്കെ ഫോണിൻ്റെ ചാർജ് എങ്ങനെ പോയെന്നറിയില്ല, അത്രയധികം ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് വിത്തിൻ 3 hours തന്നെ. സോ ഓരോ പോർഷനും അത്രയും ബ്യൂട്ടിഫുൾ. നമ്മൾ ഓരോ സ്ഥലം കാണുമ്പോൾ ഇതാണ് ബെറ്റർ എന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ വന്നത്. ഇത് നിങ്ങളെല്ലാവരും മോസ്റ്റ്ലി ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കിൻ്റെ കവർ പേജിലും അങ്ങനെ നമ്മുടെ വാൾപേപ്പർ ഫോണിൻ്റെയും ഡെസ്ക്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കാണത്തില്ലേ, ആ ഒരു സ്ഥലത്ത് നമ്മൾ ഫൈനലി എത്തിയിരിക്കുവാണ്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ഔട്ട് ഫ്രം ഹെവൻ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഈ ഒരു കോർണേഴ്സിൽ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നിയത്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ. സത്യം പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയപ്പോഴേക്കും നമുക്ക് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ബിക്കോസ് റഷ് കൂടി, അത് മാത്രമല്ല നമ്മുടെ ഫോണിൻ്റെയൊക്കെ ചാർജ് അങ്ങ് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയിട്ടും ഉണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിലോട്ട് തന്നെ ഇവിടെ ആദ്യം വരേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോയി. സോ നമ്മൾ മാപ്പിൽ അത്യാവശ്യം നന്നായിട്ട് നോക്കി ആദ്യം ഇങ്ങനത്തെ സ്പോട്ടിലോട്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന ആർക്കും നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ആദ്യം കാണുന്ന എല്ലാം ബെറ്ററായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ കൂടി വന്നു. ഇതുപോലെ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പോട്ടിലെത്തി, ഇതും കുറച്ച് ഫൺ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം മുഴുവനും ഓൾമോസ്റ്റ് നമ്മൾ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് കണ്ട് നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റിഫ്രഷ്ഡ് ആൻഡ് ഈവൻ നമ്മളാകെ ഒരു കളർഫുൾ ലൈഫിൽ വന്ന ആ ഒരു ഫീലായിരുന്നു നമുക്ക്. അപ്പോൾ ആ ഒരു മൊമെൻറ്റും ആ ഒരു മണിക്കൂറുകളും നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഗാർഡനിൽ നിന്ന് തിരിച്ചു പോരുവാണ്. നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടെ ആംസ്റ്റർഡാം സെൻട്രലിൽ പോകണം എന്നുള്ളതാണ്. സോ നമ്മൾ വീണ്ടും ടിക്കറ്റൊക്കെ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുപോലെ ടിക്കറ്റ് നമുക്കിവിടെ ATM പോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് 1 day പാസ് അല്ലെങ്കിൽ 2 day പാസ്, എത്ര അവർ പാസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാസ് എടുക്കാം. ആ ഒരു നമുക്ക് നേരെ ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് ഇതുപോലത്തെ ഒരു ടിക്കറ്റ് കിട്ടും. ഇത് വെച്ച് നമുക്ക് 1 day ട്രാവൽ ചെയ്യാൻ പറ്റും. സോ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ആംസ്റ്റർഡാം സെൻട്രലിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഫോർ സം സൈറ്റ് സീയിങ്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ഒരു സ്പോട്ടാണ്. ഇതിൽ ആ കണ്ട ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്ന ഒരു സംഭവം. അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മൾ അതൊന്നും പ്ലാനിൽ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് അത് എവിടെയാണെന്നൊന്നും കാണാൻ വേണ്ടി വന്നത്. ആ ഒരു ഡാം ക്രോസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്പോട്ട് എത്തുക. നമ്മളിത് ആ സെൻറ്റർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഡേയും വന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത്. പക്ഷേ കുറച്ച് സ്ട്രീറ്റ് എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ കൂടുതലും കുറേ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. തായ് ഫുഡ്, ചൈനീസ് ഫുഡ്, എല്ലാ ഫുഡും ഉണ്ട്. ഇതൊക്കെ വീണ്ടും ചൈനീസിൻ്റെ അല്ലേ ഷോപ്പ്. അല്ല, ഈ സ്ട്രീറ്റ് ഉണ്ടോ ഫുള്ള് ചൈനക്കാരുടെ സാധനമാണ്. ചൈനീസ് ഇതുണ്ട്, അപ്പുറത്തുണ്ട് തായ്. ഇവിടെ ബിൽഡിംഗ് കളഞ്ഞിരിക്കുന്ന നോക്കിയ ബിൽഡിംഗ് ഒന്ന് തലയും കുത്തിങ്ങോ വരുന്ന പോലെ. നെതർലാൻഡ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിൽ വരുന്ന 2-3 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് സൈക്കിൾസ്. ഇവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള സൈക്കിൾസ്. അപ്പോൾ സൈക്കിള് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള ബ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഇവിടെ ഒരു സ്റ്റോറിയുണ്ട്. ആ ഒരു സംഭവം തിരഞ്ഞാണ് നമ്മൾ ഇന്ന് വീണ്ടും ഇതേ സ്പോട്ടിൽ വരാനുള്ള റീസൺ. നമ്മൾ ഇന്നലെ വന്നു, കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നും വന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് ആ ഡെക്കറേറ്റ് ചെയ്ത സൈക്കിൾ കാണാൻ പറ്റിയില്ല. അതിൻ്റെ പിന്നിലൊരു കുട്ടി സ്റ്റോറിയുണ്ട്. അത് ഞാനത് കാണുമ്പോൾ മാത്രം പറയാം. അപ്പോൾ ഇന്ന് നമുക്കത് കാണാൻ പറ്റിയില്ല. നമ്മൾ ആ ഒരു വിഷമത്തിൽ പിന്നെ അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫുഡ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാൻഡ്വിച്ച്, ബർഗറൊക്കെ ആയിരുന്നു ഇത്രയും ദിവസം. അതുകൊണ്ട് നമ്മളിന്ന് കുറച്ച്
റൈസ് ഐറ്റമൊക്കെ കഴിക്കാം. ചൈനീസ് ഫുഡ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പരിചയമുള്ള ഫുഡ് ആയതുകൊണ്ട് അത് കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി അത്യാവശ്യം ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ അധികം സ്പോട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പോയ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. സോ നമ്മൾ ഒരു കാര്യം മാത്രം മിസ്സായി. നമ്മൾ ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്ത സൈക്കിള് ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള ആ ഒരു അടിപൊളി പിക്ക് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു സ്ഥലം നമ്മൾ കണ്ടില്ല. അപ്പോൾ അത് മാത്രമാണ് ഇന്നത്തേൽ നമുക്ക് വിട്ടുപോയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മളത് മിസ് ചെയ്യില്ല. നെക്സ്റ്റ് ഡേ എന്തായാലും ഇവിടെ വന്നിട്ട് അത് നമ്മൾ ക്യാച്ച് ചെയ്തിരിക്കും. Hope you guys enjoyed watching this vlog. So please do like, comment and subscribe to my YouTube channel. So see you in my next vlog. Bye bye.